പാവപ്പെട്ടവർ ഇവിടെ വന്നാൽ എന്ത് ചെയ്യും? ഈ പാസഞ്ചേഴ്സ് നിങ്ങളെ വീട് ഇവിടെ പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ മുണ്ടക്കൈ ഏരിയയിലുള്ള ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ പാസഞ്ചേഴ്സ് വീട് ഇവിടെ പാവപ്പെട്ട ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോക്ടർ ഇല്ലാതെ എന്ത് ചെയ്യും? ഡോക്ടറിന് പനിയാണ്, ഡോക്ടറില്ല. പിന്നെ ഇത്രയും വലിയ ബിൽഡിംഗ് പണിഞ്ഞിട്ട് ഇത്ര ആൾക്കാർ എന്നിട്ട് എന്താണ് ഒരു ഉപയോഗം? നിങ്ങൾ കമ്മീഷൻ വാങ്ങുന്നുണ്ടോ? പിന്നെ എന്തിനാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നത്? അവിടെ നിന്ന് കമ്മീഷൻ വാങ്ങുന്നുണ്ടോ? കമ്മീഷൻ വാങ്ങുന്നുണ്ടോ? പിന്നെ പുള്ളിയല്ലേ പറഞ്ഞത്? പുള്ളി പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാഗമൺ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ വരുന്ന വഴിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അസ്വസ്ഥത പഠിപ്പിച്ച് അങ്ങനെ നേരെ നിങ്ങൾ 10 കിലോമീറ്ററോളം ഓടി മുണ്ടക്കയം ടൗണിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കും. കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ ഡോക്ടറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം, വലിയൊരു ബിൽഡിംഗ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിഞ്ഞിട്ടുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാഫും ഉണ്ട്, പക്ഷേ ഡോക്ടറില്ല. അവർ പറഞ്ഞ 2 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകും, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വീണ്ടും 15 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി തിരിച്ചു വരികയാണ് ചെയ്തത്. ഇടുക്കി, കോട്ടയം, മലയോര മേഖലകളെ കണക്ട് ചെയ്യുന്ന മെയിൻ ടൗൺ ആണ്. അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല സജീവമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, പക്ഷെ ഒരു ഡോക്ടർ പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിൽ ഏതറ്റം വരെ എനിക്ക് പോകാൻ പറ്റും ആ രീതിയിൽ ഞാൻ പോകും. ഓൾറെഡി MLA കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു റെസ്പോണ്ടും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മുണ്ടക്കയത്തുള്ള സാധാരണക്കാർ ഇത് ഏറ്റെടുക്കണം. ഇത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം. കാരണം എന്ന് വെച്ചാൽ മുണ്ടക്കയത്ത് മാത്രമല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പല സ്ഥലങ്ങളിലും അവസ്ഥ ഇതാണ്. അപ്പൊ ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, അപ്പൊ നമുക്ക് ഇനി ഇതിനൊരു പരിഹാരം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ മാക്സിമം അധികാരികളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക.